നൈസ് ആയിട്ട് ഒഴിവാക്കാന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരും. കുറെ ആൾക്കാരും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയല്ല ഒഴിവാക്കുന്നത്. മെജോറിറ്റി ആൾക്കാരും വെറും അട്രാക്ഷന്റെ പുറത്ത് റിലേഷൻഷിപ്പിലാകും. അതിനുശേഷം പതുക്കെ പതുക്കെ അവർക്ക് മടുത്തു തുടങ്ങും. എന്നാൽ ചീത്തപ്പേര് പേടിച്ചോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടോ ഇവർ നിങ്ങളെ കൊണ്ട് തന്നെ ബ്രേക്കപ്പ് ചെയ്യിക്കാൻ ട്രൈ ചെയ്യും. ആദ്യത്തെ വഴിയാണ് പഴയ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ കുറക്കുക. ഫോൺ കോൾ കുറക്കുന്നു, മെസ്സേജ് കുറക്കുന്നു, നിങ്ങളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറക്കുന്നു. അതിനുശേഷവും നിങ്ങൾ അവരെ വിട്ട് പോകുന്നില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ പുറകെ പോവുകയാണെങ്കിൽ അവര് നേരെ പ്ലേറ്റ് മറിക്കും. പതുക്കെ പതുക്കെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. എല്ലാ കാര്യത്തിലും കുറ്റം കാണാൻ തുടങ്ങും. നീ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്, നീ എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ഇങ്ങനെ തന്നെ ചെയ്യൂ, എനിക്ക് മടുത്തു, നമുക്കിതിവിടെ നിർത്താം. ഇങ്ങനെ പറഞ്ഞ് പതുക്കെ പതുക്കെ അവർ തന്നെ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്യും. അവർ നിങ്ങളെ വെറുപ്പിക്കാൻ നോക്കും, എന്നാൽ വെറുപ്പിക്കുകയുമില്ല. മനസ്സിലായില്ലല്ലേ? ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല, നിങ്ങൾ നിങ്ങളെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്റെ കുഴപ്പമാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കാൻ തുടങ്ങും. അങ്ങനെ അവർ നൈസായിട്ട് സേഫ് ആവുകയും നിങ്ങൾ സ്റ്റക്ക് ആവുകയും ചെയ്യും. സോ ബി കെയർഫുൾ.